മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, അരുൺ പറഞ്ഞതുപോലെയാണ്. കാരണം അതിജീവനം ഇനി അങ്ങോട്ട് മുന്നിലുള്ളത് വയനാടിൻ്റെ അതിജീവനമാണ്, പുനരധിവാസമാണ്. അതിനപ്പുറത്തേക്ക് ആലോചിക്കുമ്പോൾ രക്ഷാപ്രവർത്തനവും തിരച്ചിലൊക്കെ ഒരു വശത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. 6 സെക്ടറുകളായി തിരിച്ച് ഇന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. നാളെയും പുലർച്ചെ അത് പുനരാരംഭിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഈ ക്യാമ്പുകളിൽ ആയിരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസിൻ്റെ സേവനം എന്തായാലും ഉണ്ട്. മാത്രമല്ല അവിടെ വൈദ്യസഹായം ആവശ്യമുള്ളതുണ്ട്. കാരണം ഗർഭിണികളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകാം, വൃദ്ധനുണ്ടാകാം, ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നവർ ഉണ്ടാകാം. അത്തരത്തിലുള്ള മരുന്നുകളുടെ എല്ലാം ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെയാണ് പകർച്ചവ്യാധി പ്രതിരോധം, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത്തരമൊരു ദുരന്ത സ്ഥലമാകുമ്പോൾ അത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനുള്ള ഇത്രയും ആയിരങ്ങൾ താമസിക്കുന്ന ക്യാമ്പുകളാകുമ്പോൾ അതെല്ലാം കൃത്യമായി തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതും കൃത്യമായി ഒരു വശത്തോടെ, കാരണം പല വഴിക്കാണല്ലോ നമ്മൾ ഈ ഒരു വയനാടിനെ അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ദുരന്തം തുടച്ചു നീക്കി 2 ഗ്രാമങ്ങളെ വീണ്ടെടുക്കുന്നതിൽ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നതിൽ ഇതെല്ലാം ഉണ്ടല്ലോ. ക്യാമ്പുകളിലും ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരന്ത മേഖലയിൽ വൈദ്യസഹായം വേണം. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും പലതും നഷ്ടപ്പെട്ടു പോയവർ, ഈ ഒരു ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അതുപോലെ നിരവധി കുട്ടികളുണ്ട്. അവർക്കൊക്കെ വേണ്ട ഈ പുനരധിവാസം, അതോടൊപ്പം തന്നെ അവരുടെ ഒരു പുതുജീവിതം നൽകേണ്ടത് ഇത്തരത്തിലുള്ള മറ്റ് സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിരവധി പേരാണ് ഇവർക്ക് വേണ്ട ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മേഖലയെ ഒന്നാകെ തന്നെ ഈ ഉരുൾപൊട്ടൽ, ആ ഒരു ദുരന്തം മുഴുവനായും ആ മേഖലയെ കവർന്നെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അതിന്റെ ഭീകരത വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകാൻ നിരവധി ആളുകൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഈ മേഖലയിൽ സേവന പ്രവർത്തനങ്ങളുമായി സേവാഭാരതി അടക്കം ഈ നിരവധിയായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായാലും, അവർക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രമായാലും, അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ, അങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ ഈ നാടൊന്നാകെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇനി അവർക്ക് വേണ്ടത് ഒരു പുതുജീവിതമാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ മേഖലയിലൊക്കെ വന്ന രക്ഷാപ്രവർത്തകർക്ക് അടക്കം ഈ വൈദ്യസഹായം നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതിന് വേണ്ട നടപടിക്രമങ്ങളും ഈ മേഖലയിൽ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. സകലതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന, അത്രയധികം മനോവിഷമം ഉള്ളിലൊതുക്കിയിരിക്കുന്ന നിരവധി പേരുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ. ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവരൊക്കെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ മേഖലയിലൊക്കെ എത്തിച്ചേരുന്നവരുണ്ട്. അതിലും ഹൃദയഭേദകമായിട്ടുള്ള മറ്റൊരു കാഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അച്ഛനും അമ്മയും സഹോദരനുമൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു വിഷമമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് സജീവമായി നിൽക്കുന്ന ഒരു യുവാവ്. അദ്ദേഹം ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുള്ളവർക്ക് ഭക്ഷണം വരെ കൊണ്ട് എത്തിക്കുന്ന, അവരോട് ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നമ്മൾ ആദ്യം കേട്ടത്. അത്തരത്തിൽ നിരവധി പേരാണ് ഈ ഒരു ദുരന്തമുഖത്ത് സകലതും നഷ്ടപ്പെട്ടിട്ടും ഇനിയും ഒരു തുടിപ്പ് ജീവനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സൈന്യത്തിന്റെ പ്രവർത്തനം. ആ സൈന്യം ബെയിലി പാലം നിർമ്മിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. രാത്രി മഴ പെയ്തു. അത്തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളായിട്ടും ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ നിർമ്മാണം പൂർത്തിയാക്കി കൃത്യസമയത്ത് അവിടേക്ക് സംവിധാനം എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഇന്ന് സോൺ തിരിച്ചുള്ള തിരച്ചിൽ, അതോടൊപ്പം നാളെ വീണ്ടും രാവിലെ തന്നെ ഇതേ രക്ഷാപ്രവർത്തകർ, അതായത് ഈ സൈന്യവും ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ രാവിലെ തന്നെ ഈ വെളുപ്പിനെ തന്നെ അവിടേക്ക് എത്തിച്ചേരുകയാണ് ഓരോരുത്തരും. രാവിലെ 7 മണിക്ക് മുൻപായി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. പിന്നീട് രാത്രിയോളം ആ രക്ഷാപ്രവർത്തനം തുടർന്നു പോകുന്ന ഒരു സാഹചര്യം ഈ മേഖലയിൽ, അതായത് ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ആ
ഉൾവനത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ഈ പുഴയുടെ അരികിലേക്ക്, കാരണം ഈ പുഴയിലൂടെയാണ് മൃതദേഹങ്ങൾ കൂടുതലും ഒഴുകിയെത്തിയത്, അവിടെ നിന്നും ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണമൊക്കെ തന്നെ നമുക്കറിയാം. അത്തരത്തിൽ ഇനിയും ഈ ആളുകൾ എത്താൻ പറ്റാത്ത ആ മേഖലയിൽ ഈ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യം അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് രാവിലെ മുതൽ തന്നെ കണ്ടെത്തിയ ഈ മൃതദേഹങ്ങളാണ്. ഈ യെസ്, മനോജും അരുണുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.